ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാടുകളിലെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളിലെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 കഷ്ടവും ആമേൻ വരാൻ അല്പ നിമിഷം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് 9-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം പ്രൈസ്. നോക്കിയേ, ആമേൻ അവരെ ആമേൻ കൊല്ലുകയല്ല, അവരെ കൊല്ലുവാൻ വേണ്ടിയല്ല, പിന്നെ എന്തെന്നറിയാമോ, അവരെ ലഘുവായി ഒന്ന് ദണ്ണിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കുത്തി വേദനിപ്പിക്കുന്ന നിലയിൽ. എന്താണെന്നറിയാമോ, എങ്ങനെയാണ് അത് കുത്തുന്നത്? തേള് കുത്തുന്നത് പോലെ. ആമേൻ. തേൾ എങ്ങനെ കുത്തും? വേദന ഉള്ളത് പോലെയാണോ വേദന ഇല്ലാത്തത് പോലെയാണോ? വേദന ഉള്ളതുപോലെ തന്നെയാണ് തേളെന്ന് പറയുന്നത്. അതൊരിക്കലും മുന്നിൽ നിന്ന് കുത്തത്തില്ല, അത് ബാക്കിൽ നിന്നതിൻ്റെ വാല് കൊണ്ടാണ് തേള് കുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, ഈ കഷ്ടത 6-ാമത്തെ വാക്യത്തിലേക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. ആ കാലത്ത് മനുഷ്യൻ ആമേൻ മരണം അന്വേഷിക്കും. ഏത് കാലത്ത്? കഷ്ടതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ, എല്ലാ വഴികളും നോ എന്ന് പറയുമ്പോൾ, ഉയരത്തിലെ വഴി മാത്രം തുറന്നു നിൽക്കുമ്പോഴും, ഉയരത്തിലേക്ക് നോക്കുവാൻ പോലും കണ്ണുകൾ ഉയർത്തുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട് നിൽക്കുമ്പോഴും, പല വശങ്ങളും അടയും, പ്രതീക്ഷിക്കുന്ന വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോഴും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ മരണം അന്വേഷിക്കും. എങ്ങനെ മുൻപിലോട്ട് കാൽച്ചുവട് വയ്ക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഭാഗത്ത് ഇവിടെ പ്രവാചകൻ ദർശിക്കുകയാണ്. നീ ആ സമയത്ത് ആമേൻ നീ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ എല്ലാവരും മാറിപ്പോകുമ്പോൾ സഭ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ സ്തോത്രം. 5-ാമത്തെയും 6-ാമത്തെയും കാഹളനാദത്തിലൂടെ 2 കഷ്ടങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് 5-ാമത്തത്, 2 13-ാമത്തെയും. എന്താണ്? ഒന്ന് നോക്കിയേ, 6-ാമത്തെ കഷ്ടത വരുന്നത് 13-ാമത്തെ വാക്യം മുതൽ വാക്യം പറയുന്നു. 6-ാമത്തേയും. പ്രൈസ് ദി ലോർഡ്. 6-ാമത് എന്താണ്? 2 കഷ്ടങ്ങൾ. 6-ാമത്. രണ്ടാമത് ആദ്യം പറയുന്നത് എന്താണ്? 1-ാമത്തെയും. പക്ഷേ 1-ാമത്തെ കഷ്ടത്തിനകത്തെന്ന് പറയുന്നത് നോക്കിക്കേ, അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. നോക്കിക്കേ, ഈ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഈ ആമേൻ ആ ഭൂമിയിലേക്ക് വീണ ഈ നക്ഷത്രം ഇത് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണതല്ല. ഇത് ആകാശമണ്ഡലങ്ങളിൽ ആമേൻ ഉറപ്പിച്ചു വച്ചതിനെ അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. കാരണം കഷ്ടത തുടങ്ങുകയാണ്. എവിടെ തുടങ്ങുന്നു? ആത്മീയന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ
ഫസ്റ്റ് തുടക്കമെന്ന് പറയുന്നത് ആകാശമണ്ഡലങ്ങളിൽ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് നിലത്തേക്ക് വന്ന് പതിച്ചു. ഇത് നിസ്സാര നക്ഷത്രമല്ല കേട്ടോ. ഈ നക്ഷത്രം വന്ന് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് എന്തു വന്നെന്നറിയാമോ? അഗാധകൂപം വന്നു. നോക്കിക്കേ, രണ്ടാം വാക്യം പറയുന്നു, അവൻ അന്ധകാരം അഗാധകൂപം എന്ത് ചെയ്തു? തുറന്നു. അപ്പോൾ ഈ അഗാധകൂപം എന്ന് പറയുമ്പോൾ മൊത്തം ഇരുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. മൊത്തം ഇരുട്ട്, അതിനകത്ത് മറ്റൊന്നുമില്ല, എല്ലാം ഇരുട്ട്. മാത്രമല്ല, പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പെരുംചൂളയുന്ന തീ അല്ലെങ്കിൽ പുക പൊങ്ങുന്നത് പോലെ. അപ്പോൾ തീ ഇല്ലാതെ ഒരിക്കലും പുക പൊങ്ങത്തില്ല. തീ ഉണ്ട്, ഈ തീ കത്തുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവിടെ വലിയൊരു പുക പൊങ്ങി വരികയാണ്. നോക്കൂ, രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അഗാധകൂപം എന്ത് ചെയ്തു? തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. കൂപത്തിന്റെ പുകയിൽ സൂര്യനും ആകാശവും എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. സകലതും ഇരുണ്ടുപോയി. ഒന്നും കാണാൻ കഴിയാതെ സകലതും ഒരു ദൈവപൈതലിന്റെ മുമ്പിൽ ബ്ലാങ്കായി നിൽക്കുക. ഒന്നും കാണാൻ കഴിയുന്നില്ല, മുൻപിലോട്ടൊന്നും തെളിഞ്ഞു വരുന്നില്ല, സകലതും ബ്ലാങ്കായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? മുൻപിലേക്ക് പോകാൻ കഴിയാതെ എവിടെയൊക്കെയോ ബെൻഡിങ് ആയി നിൽക്കുന്നത് പോലെ. അങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, തിരിച്ചു പോകാനും കഴിയുന്നില്ല, ഇരുവശത്തോട്ടും പോകാൻ കഴിയുന്നില്ല, എവിടെയൊക്കെയോ തടസ്സമായി നിൽക്കുന്നത് പോലെ. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നത്, ചിലത് നിലം പതിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചിലത് പൊട്ടി പുറത്തേക്ക് വരും. സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിസ്സാരമായിട്ടുള്ളതല്ല. കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കാൻ ജനത്തിനെ ഒരുക്കിയെടുക്കാൻ ദൈവം നിർമ്മിച്ചു വച്ചതായ ചിലതിൽ നിന്ന് ഒരെണ്ണത്തെ താഴേക്ക് തള്ളിയിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, ഇവിടെ പത്മോസിന്റെ ദ്വീപിൽ കിടന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം യോഹന്നാൻ വിളിച്ചു പറയുന്ന ഇതാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നക്ഷത്രങ്ങളിൽ ഒന്ന് നിലത്തേക്ക് വീഴുകയാ. അതിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയാ ഇരിക്കുന്നത് അറിയാമോ? ഈ പറയപ്പെട്ട താഴോട്ട് പറയപ്പെട്ട സകല സംഭവങ്ങളും ഇരിക്കുന്ന അതിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മരണം കൊതിക്കുന്നത് ഈ നക്ഷത്രത്തിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന കഷ്ടതകൾ. പ്രൈസ് ദി ലോർഡ്. ചിലത് സഹിക്കാൻ കഴിയാത്ത തലത്തിൽ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തലത്തിൽ ചില വേദനകൾ പുറത്തേക്ക് വരുമ്പോൾ, നോക്കിക്കേ, വായിച്ചാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒരാൾ വായിക്കുമ്പോൾ, വെളിപ്പാട് 5-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ അധ്യായം ഒരാൾ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കൊലോസ്യരുടെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 16 അടുത്തൊരാൾ വായിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 38 അതിന്റെ 4 മുതൽ 7 വരെ വായിക്കുമ്പോഴും അവിടെ കാണാൻ കഴിയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല പ്രമാണങ്ങളും 148-ാമത്തെ സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന് ആ വാക്യത്തിനകത്ത് കാണാൻ കഴിയുന്ന ദൂതന്മാരെ പറ്റി കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രാരംഭത്തിൽ നമ്മൾ വായിച്ച വേദാമസ്ഥയിൽ ശ്രദ്ധിച്ചിരിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന് 22-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് ഇന്ന് രാത്രി ശ്രദ്ധിച്ചിരിക്കാമോ? ഒന്ന് വായിച്ചേ. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. സ്വർഗത്തിലെ സകല സൈന്യവും ദൂതന്മാരും. ദൂതന്മാർ എത്ര തരത്തിലുണ്ടെന്ന് അറിയാമോ? മനുഷ്യരെ കർത്താവ് 3 തിരിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. 3 ഒന്ന് ജാതി. പ്രൈസ് ദി ലോർഡ്. ഒന്നെന്താണ്? ജാതി. ഒന്ന് ജാതി, 2 യഹൂദർ, 3 സഭ. ഈ 3 തരത്തിലും വെളിപ്പാട് പുസ്തകത്തിൽ തിരിച്ചിരിക്കുമ്പോൾ ഈ സഭയിൽ നിന്ന് തെറ്റിപ്പോയ ഒരു കൂട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് സഭയിൽ നിന്ന്? സാത്താന്റെ പള്ളിയിൽ നിന്ന്. വചനമുണ്ട് കേട്ടോ. നമുക്കറിയാം, സെക്രിയാവിന്റെ പുസ്തകം പറയുന്നത്, സാത്താന്റെ പള്ളിയിൽ നിന്ന് ഒരു കൂട്ടം പേരെ ഞാൻ എന്ത് ചെയ്യും? മടക്കിക്കൊണ്ടുവരും.
ഹല്ലേലൂയ. അതിപ്പോൾ സംഭവിക്കാൻ പോകുക സാത്താന്യ ആരാധനകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയോഗത്തിനകത്തു നിന്ന് പുറത്തുപോയവർ. ആമേൻ ആമേൻ. സെക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം, സെക്രിയാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും സെക്രിയാവിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നൊരു വാക്കുണ്ട്. ആമേൻ. സാത്താന്റെ പള്ളിയിൽ നിന്നും, ഏതാ? സാത്താന്റെ പള്ളി. ആമേൻ. സാത്താന്യ സേവ. ആമേൻ. പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കണം, പെട്ടെന്ന് ചിലത് കിട്ടണം, പെട്ടെന്ന് ചിലത് ദൈവത്തെ കുട്ടിച്ചാത്തൻ പോലെ മുൻപിൽ കൊണ്ടുവച്ച്, എന്താ പാസ്റ്റർ, എന്താ അഭിഷേകത്തിന്, അവിടെ പോയപ്പോൾ ഇത് കിട്ടിയല്ലോ, അവിടെ പോയപ്പോൾ ഇത് കിട്ടിയല്ലോ, അപ്പുറത്ത് പോയപ്പോൾ ഇത് കിട്ടിയല്ലോ, എന്താ ഇവിടെ കിട്ടാത്തത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പലപ്പോഴും കുട്ടിച്ചാത്തനെ പോലെ കേറ് കുപ്പിക്കകത്തെന്ന് പറയുന്നത് പോലെ കർത്താവ് പറഞ്ഞാൽ ഉടൻ കുപ്പിക്കകത്ത് കയറണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോകത്തില്ല. ഹല്ലേലൂയ. അവിടെ എന്തില്ല? കുട്ടിച്ചാത്ത സേവയല്ല അവിടെ ആവശ്യം. അവിടെ ജാതികളെ മാറ്റി, യഹൂദരെ മാറ്റി 2 സഭ സ്ഥാപിച്ചു. 3 തരത്തിൽ. 1, ആമേ ജാതി കർത്താവ് നീക്കി. 2, യഹൂദ ജനത്തെ ദൈവം നീക്കി. 3, സഭ ദൈവം പണിയാനിടയായി. സ്തോത്രം. അപ്പൊ പണി നടക്കണം. എവിടെ നടക്കണം? ഈ 2 ഗ്രൂപ്പിൽ നിന്നും അരിച്ചു പറക്കി എടുത്തവരെ കൊണ്ടൊരിക്കലും സഭ പണിയാൻ പറ്റത്തില്ല. പക്ഷേ പൂർണ്ണമായും സഭയ്ക്കകത്ത് സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ചങ്കിലെ ചോര കൊടുത്തു വാങ്ങിയത സഭ. ഈ സഭയ്ക്കകത്ത് നോക്കിക്കേ, ഇതിനകത്ത് അടുത്ത് കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൂതന്മാരുടെ 2 ഗുണങ്ങളെ കുറിച്ചാണ് കാണുന്നത്. 2 ഗുണങ്ങൾ. 1, വിശുദ്ധ ദൂതന്മാർ. പ്രൈസ് ദി ലോർഡ്. 1, വിശുദ്ധ ദൂതന്മാർ. 2, വീണുപോയ ദൂതന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? വീണുപോയ ദൂതന്മാർ. പിന്നെന്താണ്? ആമേൻ. സ്തോത്രം. ഈ വീണുപോയ ദൂതന്മാരാണ് സാത്താനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ ദൂതറിയിക്കുന്നത്. വീണുപോയ ദൂതൻ, നമുക്കറിയാം അതാരാണ് വീണുപോയ ദൂതൻ. ഈ വീണുപോയ ദൂതനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ വീണുപോയി. പ്രൈസ് ദി ലോർഡ്. അവൻ വീണുപോയ ദൂതനാണ്. അവനാണ് ക്രിസ്ത്യാനിത്വത്തിൽ നിൽക്കുന്ന വ്യക്തികളെ തെറ്റിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ആത്മീക വിശുദ്ധ ആരാധനകളെ അലക്ഷ്യമാക്കുന്നത്. ഈ ദൂതനാണ് വീണുപോയ ദൂതൻ. അവൻ വീണല്ലോ, ഇനി നിൽക്കുന്നവരെ കൂടെ വീഴിക്കണം. അതിനു വേണ്ടിയാണ് 1-ാമത്തെ കഷ്ടം പോയി. 2 കഷ്ടം ഇതാ പിന്നാലെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തത് പോയി. പക്ഷെ ഇനി വീണവൻ പറയുക, നിന്നെ ഞാൻ ഒരിക്കലും മുൻപിലോട്ട് കടത്തിവിടത്തില്ല. നിന്റെ സ്വസ്ഥത എന്ന ആ കൂടാരത്തെ ഞാൻ പൊളിക്കും. നിന്റെ സമാധാനമെന്ന കൂടാരത്തെ ഞാൻ ഇല്ലാതാക്കും. നിന്റെ ആത്മീകമെന്ന സഭയ്ക്കകത്ത് ഞാൻ അതിനെ നിർമൂലമാക്കും എന്ന് പറഞ്ഞ് സാത്താൻ സത്യാരാധനകളെ തകർത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിഥ്യാത ആരാധനയ്ക്ക് വീണുപോയ ദൂതൻ പ്രോത്സാഹനം കൊടുക്കുന്നു. എന്നാൽ വിശുദ്ധ ദൂതന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അവർക്ക് ചില ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ചില ഗുണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരുടെ ഗുണങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവർ ഈ പറഞ്ഞ ഗ്രൂപ്പിനകത്തൊന്നും ഉൾപ്പെടുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് അടുത്ത് കഴിയുന്നത് ഇതാണ്. എന്തെന്നറിയാമോ? ഈ ദൂതനാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദിവസം 3 ദൂതൻ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദിവസം കൊണ്ട് 3 ദൂതൻ 70,000 പേരെ കൊന്നുകളഞ്ഞു. നോക്കിക്കേ, ഒറ്റ ദിവസം കൊണ്ട് 70,000 പേരെ കൊന്നു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 24-ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൂതനെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ച് ഭൂമിയിലേക്ക് ഇറക്കി. ആ ദൂതന്റെ പേരാണ് ശക്തിയുള്ള ദൂതൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഒറ്റ ദിവസം കൊണ്ട് നോക്കി ഈ ദൂതന്മാർ 70,000 പേരെ കൊന്നു. എന്നാൽ വേറൊരു ദൂതനുണ്ട്. ഒറ്റ ദൂതൻ ഒരു രാത്രി കൊണ്ട് 1,85,000 പേരെ കൊന്നുകളഞ്ഞു. കാരണം ഇത് വെറുതെ വഴിയെ പോകുന്നവരെ കൊന്നതല്ല കേട്ടോ. ഇത് പ്രൈസ് ദി ലോർഡ്, ദൈവജനത്തെ തെറ്റിക്കുന്നവരെ
കണ്ടുപിടിച്ച് ഒരു ജനതയാക്കി ഒരു ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ആത്മീക മണ്ഡലങ്ങളെ പൊളിച്ചെടുക്കുന്ന, സത്യാരാധനകളെ മിഥ്യാരാധനയാക്കി കൂട്ടിക്കലർത്തുന്ന, ആരാധനയ്ക്കകത്ത് വിശുദ്ധിയും വേർപാടുമില്ലാതെ പത്യോപദേശങ്ങളെ തെറ്റിച്ചു കളയുന്ന 1,85,000 പേര്, വിശുദ്ധന്മാരെ തകർത്ത് കളയുന്ന, വിശുദ്ധമതികളെ തമ്മിലടിപ്പിക്കുന്ന, സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കുന്ന 1,85,000 പേര് ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ ദൂതനിറങ്ങി വെട്ടിക്കൊന്നു എങ്കിൽ, ഇന്ന് രാത്രി സഭകളെ തകർത്തുകൊണ്ടിരിക്കുന്ന, ആത്മീക മണ്ഡലങ്ങളെ ഉടച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ, വിശ്വസിക്കുന്ന ദേശത്ത് സഭയിൽ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ ശ്രദ്ധിക്കൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ രഥങ്ങൾ 1000 കോടാനുകോടിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദാവീദിന്റെ രഥത്തെക്കാൾ ശക്തിയുള്ള രഥങ്ങൾ, രഥചക്രങ്ങൾ ദൂതന്മാർ വാഹനമാക്കി ആ കാലഘട്ടത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികൾക്ക് സീസസ് മഹാരാജാവിന്റെ 250 ഇരുമ്പ് രഥങ്ങളെക്കാൾ ദൂതന്റെ ഒരു രഥത്തിന്റെ ചക്രത്തിന്റെ ശബ്ദം പെരുവെള്ളത്തെക്കാൾ ഇരച്ചിലുള്ള ശബ്ദം പോലെ ഈ രഥത്തിന്റെ ചക്രം സീസസ് മഹാരാജാവിന്റെ 250 ഇരുമ്പ് രഥങ്ങളെ സ്തോത്രം അടിച്ചൊടിക്കാൻ ഒറ്റ ദൂതന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനും, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്ന സഭയെ, ദേശത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മാതാവേ, പിതാവേ, സ്തോത്ര, അനേകർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവിന്റെ അഭിഷക്തമാരെ, ചില ഇരുമ്പ് രഥങ്ങളെ ചവച്ച് പൊടിക്കത്തക്ക ദൂതന്മാരെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ ദൂതന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ പല്ല് ഇരുമ്പിന്റെ, ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള പല്ലുകൾ ഈ ദൂതന്മാർക്കുണ്ട്. ഇവർ അതിനെ കടിച്ചു പറിക്കും. അതുപോലെ ശക്തിയുള്ള ദൂതന്മാരെ ദൈവം തന്റെ ജനത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടിയും ഉപവസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിന്റെ ആത്മാവ് തീച്ചൂളയിൽ വരെ ദൂതന്മാരെ ഇറക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ അപകടം, 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 മരണം, മരണം, മരണമെന്ന് വിളിക്കുന്ന മരണാധികാരിയായ പിശാചിനെ, സാത്താന്യ ശക്തിയെ, ആത്മീയന്മാരെ തേടിപ്പിടിച്ച് അപകടത്തിൽ കൂടെ തകർത്ത് കളയാൻ, വിശുദ്ധിയിൽ നിൽക്കുന്നവരെ, സഭയ്ക്ക് ചെമുരു കൊടുക്കുന്നവരെ തകർത്ത് കളയാൻ അപകടത്തിൽ കൂടെ പ്രതികരിക്കുന്ന തക്കവണ്ണം പൈശാചിക മണ്ഡലം പോരടിക്കുമ്പോൾ, ഇന്ന് രാത്രി പ്രാർത്ഥിതയോ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം ദൂതന്മാർക്ക് സ്തോത്രം വിശേഷമായ ദൈവശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, പുതിയ നിയമത്തിൽ തന്നെ 65 പ്രാവശ്യം ദൂതന്മാരെ പറ്റി സ്പഷ്ടമായി വെളിപ്പെടുത്തുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ 6 സ്ഥാനങ്ങളിൽ ദൂതന്മാർക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 6 അധ്യായങ്ങളിലല്ല, 6 സ്ഥാനങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ദൂതന്മാരെ പറ്റി വ്യക്തമായി വിളിച്ചു പറയുന്നെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? വീണുപോയ ദൂതന്മാരല്ല, വിശുദ്ധ ദൂതന്മാർ, ദൈവത്തിന്റെ സ്തോത്രം വായികളും വീണുപോയ ദൂതന്മാർ സാത്താന്റെ ദൂതുവായികളുമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ദൂതന്മാർ ആരൊക്കെന്നറിയാമോ? ദൈവത്തിന്റെ ദൂതറിയിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണുപോയ ദൂതന്മാർ ആരെന്നറിയാമോ? സാത്താന്റെ ദൂതറിയിക്കുന്നവർ. ഹല്ലേലൂയ. മാറിപ്പോകരുത്. വീണുപോയവര് സാത്താന്റെ ദൂതറിയിക്കുന്നവരാണ്. അവര് പറയുന്നതും കറക്റ്റായിരിക്കും. ഹല്ലേലൂയ. 2025 ഈ മാസം തുടങ്ങി 31-ാം ദിവസത്തിനകത്ത് ഇന്നത് സംഭവിക്കുമെന്ന് സാത്താന്യ ദൂതൻ പറഞ്ഞാൽ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. മാറിപ്പോകരുത്. കാരണം മരണത്തിന്റെ മേൽ മാത്രമേ ദൂതന് അധികാരം കൊടുക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി സകലത്തിന്റെ മേലും ദൂതന് അധികാരം കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വീണുപോയ ദൂതൻ എന്ന് പറഞ്ഞ് അവനെ ചവിട്ടിക്കളഞ്ഞിട്ടില്ല. മരണത്തിന്റെ മേൽ മാത്രം മാറ്റി നിർത്തിയിട്ട് ആമെ മറ്റെല്ലാത്തിന്റെ മേലും അധികാരം കൊടുത്തു എന്ന് നോക്കൂ. ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ആമെ സാത്താൻ, വീണുപോയ സാത്താൻ ദൈവത്തിന്റെ മുൻപിൽ വന്ന് ചോദിച്ചു. ആമേൻ. എന്താ ചോദിച്ചേ? ഞാനിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. ആമേൻ, സ്തോത്രം. ഇയ്യോബിന്റെ മക്കളെല്ലാം നല്ലവണ്ണം പോയി എണ്ണി. സൗന്ദര്യമുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി മാറ്റി നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. സൗന്ദര്യമുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞേ എണ്ണി മാറ്റി നിർത്തി. സ്തോത്രം. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്താ ചിന്തിക്കുന്നത്? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ചില ഭാഗങ്ങളാണ്. എന്താണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ എണ്ണി മാറ്റി നിർത്തിയ കാര്യം? പ്രൈസ് ദി ലോർഡ്. എന്താ എണ്ണി മാറ്റി നിർത്തിയത്? എണ്ണം കൃത്യമായിരിക്കണം. സ്തോത്രം പറ. എണ്ണം കൃത്യമായിരിക്കണം. ആരടുത്ത് പോകുന്നത്? ആരുടെ സന്നിധിയിലാണ് പോകുന്നത്? ദൈവസന്നിധിയിലാണ്. ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ എണ്ണം കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ആമേൻ, ഇയ്യോബിൻ്റെ മക്കളെയെല്ലാം എണ്ണി. സ്തോത്രം. സൗന്ദര്യമുള്ള മക്കൾ ഇതുപോലെ ഇനി വേറെ തലമുറയില്ലെന്ന് വരെ സ്ഥിരീകരിച്ചു, കൊണ്ട് നിർത്തി. അടുത്ത് ആമേ സ്തോത്രം 7000 ആട് നോക്കി. അത് എണ്ണാൻ തന്നെ പ്രൈസ് ദി ലോർഡ് കുറച്ച് മണിക്കൂർ എടുത്തിട്ടുണ്ട്. 1, 2 ഒരു ആട് കണ്ടില്ലേ? ഒന്ന് എണ്ണുമ്പോൾ അടുത്ത ഒന്നിൻ്റെ കുറുകെ കടിച്ച് ആടും. ആടുകൾ കണ്ടിട്ടില്ലേ? ആമേ സ്തോത്രം. ഈ ഒന്നിനെ എണ്ണി 10 ആയിട്ട് വരുമ്പോൾ അടുത്തൊന്നെടുത്ത് ഇടയ്ക്കത് ചാടും. അവിടെ എണ്ണം തെറ്റും. ഇപ്പം പലതും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. എണ്ണി വരുമ്പോൾ ഈ 7000 ആടിനെ എന്ത് ചെയ്തു? എണ്ണി തിട്ടപ്പെടുത്തി, കണക്കെടുത്ത്, ലിസ്റ്റ് എടുത്ത്, പേപ്പറും പേനെടുത്ത് എഴുതി. ആമേ അടുത്തെന്താ? 3000 ഒട്ടകം, അതും എണ്ണി കൃത്യമായിട്ടും. ഈ ഒട്ടകത്തെ നമുക്ക് പിന്നെ കാണാൻ കുഴപ്പമില്ല, എല്ലാം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഈ ഒട്ടകത്തെ എണ്ണ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എണ്ണീറ്റ് 500 ഏറുകാളെ അതും കൂടെ എണ്ണി. ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വച്ചിട്ട് പ്രൈസ് ദി ലോർഡ് അടുത്ത ലാസ്റ്റ് ആർക്കും വേണ്ടാത്ത ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. 500 പെൺകഴുത. ഇതിനെ കൂടെ എന്ത് ചെയ്തു? എണ്ണി. ഇതെല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്തി ദൈവത്തിന്റെ സന്നിധി കൊണ്ട് പോകുക. ഇത് ഏത് ദൂതൻ? വീണുപോയ ദൂതൻ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി വീണുപോയ ദൂതൻ ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി പ്രൈസ് ദി ലോർഡ് ആകെ മൊത്തം കണക്കെടുത്ത് ആമേ ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുപോകണമെങ്കിൽ 7 ആടത്രയുണ്ട് ഇയ്യോബിന് ചോദിച്ചാൽ പെട്ടെന്ന് പറയണം. ആമേൻ. അവൻ എത്ര ആടുണ്ടെന്ന് ചോദിച്ചാൽ പറയും 7000 ആട്. പ്രൈസ് ദി ലോർഡ്. ആ ഒട്ടകം എത്രയുണ്ട്? 3000 ഒട്ടകം. ആമേൻ. കാള എത്രയുണ്ട്? 500 കാള. ആമേൻ, സ്തോത്രം. അടുത്ത് ചോദിക്കുക, എത്ര പെൺകഴുത? 500. കഴുത എത്രയുണ്ട്? കഴുതയില്ല. കഴുതയില്ല, പെൺകഴുതയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൃത്യമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണം. അവിടെ എല്ലാം കറക്റ്റായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇതെല്ലാം എഴുതി കൊടുത്തിട്ട് അടുത്ത് ചോദിക്കുക, പ്രൈസ് ദി ലോർഡ്, ഞാൻ അവനെ തൊട്ടോട്ടെ, ഞാൻ അവനെ തൊട്ടോട്ടെ, തകർക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കംപ്ലീറ്റും മൊത്തം സകലത്തെയും അരിച്ചു പറക്കി. എത്ര കോഴിക്കൂടിൽ എത്ര കോഴിയുണ്ടെന്നും എത്ര കുഞ്ഞുണ്ടെന്നും എത്ര മുട്ടയിടുമെന്നും എത്ര ഷീറ്റ് കിട്ടുമെന്നും എല്ലാം ആമേൻ കംപ്ലീറ്റും എഴുതി തിട്ടപ്പെടുത്തി സാത്താൻ വീണുപോയവൻ നേരെ കൊണ്ട് ദൈവസന്നിധി പോകുക. ഹല്ലേലൂയ. തലമുറ നിനക്ക് എത്ര തരും? ആമേൻ, സ്തോത്രം. അവരുടെ കണക്കെടുത്ത് എല്ലാം എടുത്ത് പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയി നിന്നു. ഹല്ലേലൂയ. സാത്താൻ ആരെന്നറിയാമോ? ആമേൻ, ദൈവത്തോളം അത്ര ശക്തിയുള്ളവനാ. ശക്തി കുറച്ച് സാത്താനെ ആരും കാണരുത്. ആമേൻ. ഒരു കാര്യം കൂടെ ദൂതായിട്ട് പറയാം, പോ പിശാചേ എന്ന് പറഞ്ഞ് വെറുതെ ഒന്നും ശാസിക്കരുത്. ആമേൻ. അവൻ അപ്പുറത്തെ വീട്ടിൽ കയറായിരിക്കുന്നവൻ നേരെ വന്ന് വീട്ടിൽ കയറും. പ്രൈസ് ദി ലോർഡ്. പോന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ എന്നും പറഞ്ഞ് സാധിക്കരുത്. നടന്നു പോയാൽ ഒരു തവള ചാടിയാലും സാത്താനെ, അത് വേറെ എവിടെ പോയിരിക്കുക, വലിയ ക്ലബ്ബ് കൂടിയിരിക്കുക, അതിനുള്ള പരിപാടി ഒപ്പിച്ചോണ്ടിരിക്കുക. ആമേൻ. വണ്ടി ഒന്ന് സ്റ്റാർട്ടായില്ലെങ്കിൽ പിശാചിനെ ശാസിക്കുന്ന കാണണം. നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടിരിക്കുക. എന്നാ നോക്ക്, ആമേൻ. ബസ്സിൽ കയറി കഴിഞ്ഞാൽ കൈയും തലയും പുറത്തിടുന്ന് പറഞ്ഞിട്ട് കൈ പകുതി പുറത്തിട്ടിട്ട് പോസ്റ്റ് തട്ടി. സാത്താനാണ് പരിപാടി ചെയ്തേ.
ഇതൊന്നും സാത്താന്റെ പരിപാടിയല്ല. ഇതൊക്കെ ദൈവം മുന്നമേ പറഞ്ഞിട്ടുണ്ട്. കൈയും തലയും പുറത്തിടരുന്ന്. കടക്കാർ വെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല, വഴിയിൽ പോസ്റ്റ് നിപ്പുണ്ടെന്നേ. ആമേൻ, സ്തോത്രം. റൂട്ട് കാണിക്കേണ്ട കമ്പിത്തൂണില് ബോർഡ് നിർത്തിയിട്ടുണ്ട്. ഇതെങ്ങാനും കയറി മുട്ടിയാൽ പിന്നെ കൈ കിട്ടത്തില്ലെന്ന്, പിഴുതുമാറിപ്പോകും. ഇത് സാത്താൻ അറിയാം. അതുകൊണ്ടാ മുന്നമേ പറഞ്ഞത് മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഓട്ടിക്കാൻ. അവൻ അറിയാം എവിടെ വെച്ച് പിടിക്കണമെന്ന്. സ്തോത്രം. എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രി ഞാൻ അടക്കം വിളിച്ചു പറയുക, ദൂത് പറയുക ദൈവാത്മാവ്. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് രാത്രി കേൾക്കുന്നവര് കേൾക്കാത്തവരെ വിളിച്ചു പറ. വാഹനം ഓട്ടിക്കുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ. അടുത്ത് രണ്ടാമത്തെ ഘട്ടം വരുന്നുണ്ട്. മൃത്യു എവിടെയോ വാതിക്കൽ നിപ്പുണ്ട്. ദേശത്തെ അവകാശമാക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചെടുക്കാൻ ദൈവത്തിന്റെ വിശുദ്ധ ദൂതനെ ഇന്ന് രാത്രി അയക്കണമെങ്കിൽ നീ പ്രാർത്ഥനയോടെ ആയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഡെയിലി ഗൂഗിൾ മീറ്റ് പ്രസംഗിക്കുമ്പോൾ ഈ ഇരിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് കാണിക്കാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഏറ്റവും കാർഡ് ഇപ്പോൾ കൊണ്ട് ഇടാൻ പറ്റാതായിപ്പോയി. കാരണം നിറഞ്ഞു കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ നിർത്തിയല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് വന്നോണ്ടിരിക്കുക, എനിക്കിപ്പോൾ അതിനകത്ത് താങ്ങുന്നില്ലെന്നാ പറയുന്നത്. അവർ പറയും അക്കൗണ്ട് ഇത് കാർഡ് മാറ്റി വേറെ കാർഡ് ഇടാൻ. കാരണം നിറഞ്ഞു കിടക്കുക, കുത്തിയിട്ടൊന്നും അമ്മ കിട്ടുന്നില്ല. കാരണം അതിൻ്റെ പുറത്തൂടെ വേറൊരാൾ കൊണ്ടിട്ട് കളഞ്ഞു. എടാ, ഈ ഭൂമിയിലൊന്നും തരുന്നില്ല ആരും. നിനക്കും എനിക്കും തരുന്നത് പൗലോസ് പറയുന്നത് അറിയാമോ? നമ്മുടെ പൗരത്വമോ നമ്മുടെ റിസർവ് ബാങ്കോ ഈ ഭൂമിയിലല്ലപ്പാ. ഈ റിസർവ് ബാങ്ക് സ്വർഗത്തിലാ. നിങ്ങൾ കൊടുക്കുന്നത് സ്വർഗത്തിലേക്കാ. അവിടെ നിന്ന് പൗരത്വം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നിസാരം ഗ്യാസ് കൊണ്ടുവന്നപ്പോൾ ഗ്യാസ് ഉടമസ്ഥൻ പറയുക, നിങ്ങൾ ആദരമായി ഈ ഗ്യാസിന്റെ ഉടമ ഈ ബുക്കുമായിട്ട് പോയി ലിങ്ക് ചെയ്തോ. ഞാൻ ചോദിച്ചു, അതെന്ത് പണിയാ സാറേ? മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാ. അതാ വരുന്ന മുട്ടാൻ പണി. അടുത്ത് ഇനി ഈ ബുക്കും പൊക്കിക്കൊണ്ട് അടുത്ത് പോകണോ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ? നിങ്ങൾ ആരെങ്കിലും പോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. പലതിലേക്കും നമ്മുടെ കൈ പതിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സകലതും അവന്റെ വിരൽത്തുമ്പിലായി. നീ എങ്ങോട്ട് ചലിച്ചാലും എവിടേക്ക് മാറിപ്പോയാലും നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ആ കാഴ്ച വരെ സകലത്തിന്റെ മേലും അധികാരം സ്ഥാപിച്ച് സാത്താൻ ഒരുക്കുന്ന പദ്ധതി എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തിയ ആദറിനകത്ത് കൊണ്ട് നിർത്തി. സ്തോത്രം പറ. ആദറിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് മനുഷ്യനെ അതിനകത്ത് ഉൾപ്പെടുത്തി അതിനകത്താക്കി വെക്കുന്ന കാര്യം മനസ്സിലായോ? ഹല്ലേലൂയ. ആദ്യം ബാങ്കുമായി ഇതിന്റെ ആധാർ ലിങ്ക് ചെയ്തു. നീ എന്താ വിചാരിച്ചത്? ഓ, ഇത് സുരക്ഷിത. ഇല്ല. നിനക്ക് എവിടെയെല്ലാം പ്രോപ്പർട്ടി ഉണ്ട്, നിനക്ക് എവിടെയെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എവിടെയെല്ലാം നിനക്ക് ഭൂമിയുണ്ട്, എവിടെയെല്ലാം നീ ജോലി ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെയാ നിനക്ക് പൈസ വരുന്നത്, ഇത്യാദിയുള്ള സകല കാര്യങ്ങളും തേടിപ്പിടിക്കാൻ ഒരാധാറിനകത്തിരിക്കുന്ന ആ ബ്ലാക്ക് ഷെയ്ഡിനകത്തിരിക്കുന്ന സംഭവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി കേൾക്ക്. ഓരോ കടയിൽ നിന്ന് വാങ്ങുന്ന 10 രൂപയ്ക്ക് വാങ്ങുന്ന ബിസ്ക്കറ്റിലും ഒരു QR കോഡുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ ആവത്തവശാൽ അതിനകത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണില് സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് QR കോഡായിട്ട് നിങ്ങൾ പരിശോധിക്കാൻ വെറുതെ ഒന്ന് വച്ചാൽ തീർന്നു. അവൻ നിങ്ങളുടെ സകല രഹസ്യങ്ങളും അവൻ ചോർത്തിയെടുക്കും. ഇത് വെറുതെ അല്ല വച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് പിശാച് വയ്ക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളാ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് നേരെ കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് പോയി. ആമേൻ. ദൈവം പറഞ്ഞു, ഇയ്യോബിന് നീ ഒരു കാര്യം ചെയ്. ആമേൻ. അവന്റെ തലമുറയൊക്കെ നീ എടുത്തോ, കുഴപ്പമില്ല. സ്തോത്രം. അടുത്ത് തലമുറ പോകുമ്പോൾ അവൻ ക്ഷയിക്കുമല്ലോ. അടുത്ത് നീ ചെയ്യേണ്ടത് അവന്റെ നെറുക മുതൽ കാൽപാദം വരെ എന്ത് ചെയ്യണം? പുഴുവിട്ട് ചുരണ്ടിക്കണം. സ്തോത്രം. ഇത് സാത്താന്റെ പദ്ധതിയാ. ഇന്ന് രാത്രി വചനം പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ഈ ദൂത് കേട്ട് ഇന്ന് രാത്രി എവിടെയെങ്കിലും ക്രമീകരിക്കേണ്ട ഭാഗം ക്രമീകരിച്ചോ. ഹല്ലേലൂയ. ദൈവസഭ ഈ നാളുകളിൽ ശടകുടഞ്ഞ് എണീക്കേണ്ട സമയം വിദൂരമല്ല.
ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തിപ്പെടുത്തുക. ഹല്ലേലൂയ. വായിച്ചേ, 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്ന വാക്യം കേട്ടോ, ആമേൻ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി ആമേൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയായി, പ്രൈസ് ദി ലോർഡ്, പൂർണ്ണതയുള്ളതായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നീ ആമേ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അകത്ത്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ ചെയ്തെല്ലാം ഒന്ന് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. 3-ാമത്തെ വാക്യം പറയുന്നു, ഇതെല്ലാം കേട്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. നീ ഉണർന്നിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും എന്ന നാഴികയിൽ തന്നെ. നീ ഒന്ന് ഉണർന്നിരിക്കുക. ഇപ്പോഴും ആമ ഉറങ്ങിയിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പോവും സാറേ, എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ പോവും സാറേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. എന്നെ അടിച്ചാലും സാറേ ഞാൻ ഇങ്ങനെ പോകൂ, ടീച്ചറെ എന്നെ ചെവിക്ക് പിടിച്ചാലും ഞാൻ ഇങ്ങനെ പോകൂ. ഇന്ന് രാത്രി മാറ്റിപ്പിടിച്ചോ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ നാഴിക അടുത്തിരിക്കുന്നു. അതാ ഇവിടെ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 4:11 വായിച്ചേ. വെളിപ്പാട് 4:11. ആമേൻ, സ്തോത്രം. അവിടെ പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവിൽ ഉണ്ടായതും, ഹല്ലേലൂയ, സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും, ആമേൻ, ഹല്ലേലൂയ, സകലത്തെയും താഴെയിട്ടുകൊണ്ട് ദൈവത്തിന് സന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ സഭയ്ക്കകത്ത് ദൈവം എണീപ്പിച്ചു. ദൈവകുഞ്ഞെ, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിനകത്താണെങ്കിലും നമ്മൾ ഇരിക്കുന്ന റൂമിനകത്തു മാത്രമല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ കാണത്തക്ക തലത്തിരിക്കുന്ന വീടുകളിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുകയാ. ആമേൻ, സ്തോത്രം. ഈ സന്ദേശത്തിന്റെ ആഴമേറിയ സത്യങ്ങൾ ഓരോ കുടുംബത്തിനകത്തും ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചുമ്മയൊന്നും ദൈവം ചിലരെ എണീപ്പിക്കത്തില്ല. വെറുതെയൊന്നും ദൈവം ചില വ്യക്തികളെ മുൻപിൽ എണീപ്പിക്കത്തില്ല. ആമേ, മുൻപിലോട്ട് വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ മഹത്വത്തിലും ദൈവത്തിന്റെ മഹിമയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം എക്കാലത്തും കഷ്ടതയിൽ കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തും കഷ്ടതയ്ക്കകത്തും ദൈവം അവനെ പൊന്നുപോലെ പുറത്തെടുത്തിട്ടുണ്ട്. ആമേ, കഷ്ടത വരട്ടെ, പക്ഷെ നിനക്ക് അതിനകത്തുനിന്ന് ഒരു പൊന്നുപോലെ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. നോയിക്കേ, എന്നാൽ ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് അടുത്തു പറയുന്ന നോയിക്കേ, ആമേൻ, ദൂതന്മാരുടെ സൃഷ്ടിയാണ്. ഏതാ ദൂതന്മാർ സൃഷ്ടി? കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ പോലെ ദൂതന്മാർ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ പോലെ ദൂതന്മാർ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരെങ്ങനെയാണ്? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ. പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു. വായിച്ചേ, കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവം എന്താണോ ദൂതനോട് പറയുന്നത് അത് ചെയ്യാൻ പ്രത്യേക ദൂതന്മാരെ വരെ ദൈവം സൃഷ്ടിച്ചു.
പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് ദൂതന്മാരുടെ എണ്ണത്തിൽ ആമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൂടുതലോ കുറവോ ആമേ ഉണ്ടായതായി ദൂതന്മാരുടെ സൃഷ്ടിയിൽ ആമേ സൃഷ്ടിച്ചവന്റെ കാല ആ ഗതിക്കകത്തൊരിക്കലും ദൂതന്മാരുടെ കുറവുകളോ ദൂതന്മാരുടെ പോരായ്മകളോ ദൂതന്മാരുടെ ആമേ വൈകല്യങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. കാരണം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ ഇന്ന് രാത്രി ദൈവവേദലേ നീ ഇന്ന് രാത്രി പറ കർത്താവേ നിന്റെ ദൂതൻ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ ആമേൻ, ദൈവഭക്തന്മാർക്ക് നേരെ ദൈവത്തിന്റെ ദൂതന്മാർ പാളയമിറങ്ങുമെന്ന് ഉറപ്പാ കേട്ടോ. നിങ്ങൾ പോകുന്ന വഴി ദൂതന്മാരുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു ദൂതന്മാരില്ലാതെ ഒരിടത്തോട് സഞ്ചരിക്കാൻ കഴിയത്തില്ല. ആമേൻ ആമേൻ സ്തോത്രം. ഗ്രന്ഥകർത്താക്കൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൂതന്മാരുടെ സേവകയാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഒരു ഗണം തന്നെ രക്ഷിക്കപ്പെട്ടവന് ചുറ്റുമുണ്ട്. സ്തോത്രം സ്തോത്രം. അതിനകത്തുനിന്ന് ആ രക്ഷയുടെ അകത്തുനിന്ന് അവൻ പുറത്തു വരാൻ വീണുപോയ ദൂതന്മാർ ഓവർടേക്ക് ചെയ്ത് കയറും. ശ്രദ്ധിക്കണം. ആമേൻ. ഒരേ സമയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 40 മൈൽ സ്പീഡിൽ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു വെച്ചോ. 40 മൈൽ സ്പീഡ്. ദൂതന്മാരുടെ സേവകാത്മാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. വണ്ടി 40 മൈൽ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആമേ പെട്ടെന്ന് ഒരു ചെറിയ ആമേ കോൺക്രീറ്റ് കഷ്ണമോ ഒരു മെറ്റിലോ റോട്ടിൽ കിടക്കുമ്പോൾ ആമേ പെട്ടെന്ന് വെട്ടി ഒഴിക്കുന്നു. ഈ 40 മൈൽ സ്പീഡ് നേരെ 80ലേക്ക് പായുന്നു. പ്രൈസ് ദി ലോർഡ്. ആ 80ൽ നിന്ന് ഡൗൺ ആക്കണമെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ വരെ എന്ത് ചെയ്യണം? ഈ വാഹനം ഓടിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഈ സേവകയാത്മാക്കളുടെ അകത്ത് നിന്ന് ഇവനെ പുറത്തു കൊണ്ടുവരാൻ വീണുപോയ ദൂതന് അധികാരം കൊടുത്തിട്ടുണ്ട്. ആമേൻ. ദൈവമക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ് മത്സരം. ആമേൻ. ഒരു വാഹനം ഫ്രണ്ടേ പോയാൽ അവനെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് മുൻപിൽ കയറണമെന്നുള്ള ഒരു മത്സരം. ഇതെവിടെ നിന്ന് വരുന്നു? വീണുപോയ ദൂതൻ അവൻ ഇഞ്ചറ്റുമായി വന്ന് ആമേൻ ഓട്ടിക്കുന്ന ആ വ്യക്തിയുടെ മണ്ടയ്ക്ക് ഇഞ്ചറ്റ് ചെയ്യും. ഏത് ബ്രെയിന്റെ ഏത് ഭാഗത്ത് ഇഞ്ചറ്റ് ചെയ്താൽ യവന്റെ നിയന്ത്രണം വിടുമെന്ന് ആ ദൂതൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. പലപ്പോഴും ആമേൻ മത്സരിക്കുന്ന നടുവിൽ ദൈവം മാറി നിൽക്കും. അതാണ് വചനം പറയുന്നത്, മത്സരികൾ എന്ത് ചെയ്യുന്നു? വരണ്ട ദേശത്ത് പാർക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഹല്ലേലൂയ, മത്സരമാണ്. വേണ്ടാപ്പ, വിട്ടേക്ക്. ആ മത്സരം നമുക്ക് വേണ്ട, വിട്ടേക്ക്. മത്സരം വിട്ടാൽ ഇതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നു. ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ചൂട് പോലും മാറിയില്ല. നിങ്ങൾക്കറിയോ CS മാത്യു എന്ന ഒരു ദൈവദാസനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് മക്കൾ 18 പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഓരോരുത്തരെയായി ദൈവം വിളിക്കുമ്പോ ഒരുത്തൻ വീണു, ചത്തു, അവരെ കൊണ്ട് കുടിച്ചിട്ടു, വേദന മാറിയില്ല. കനലിലെ അകത്ത തീ കെട്ടുപോയില്ല. അടുത്ത ദിവസം അതേ സമയത്ത് അടുത്തവനും മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വേദന മാറാതെ അടുത്തൊരു വേദന. തിരിച്ച് 3-ാം ദിവസമായപ്പോൾ അതേ സമയത്ത് അടുത്ത കുഞ്ഞും മരിച്ചു. സ്തോത്രം. ആ വേദന മാറാതിരിക്കുമ്പോൾ ആമേൻ അതേ ദിവസം മറുദിവസം അതേപോലെ കുഞ്ഞ് മരിച്ചു. അങ്ങനെ തുടങ്ങി 11 എണ്ണം. 11 ദിവസത്തിനകത്ത്, 11 കുഴിക്കകത്ത്, 11 പെട്ടിക്കകത്ത് ഈ പോയവര് പിന്നെയും വന്ന് ഓരോന്നിനെ കുഴിച്ചിടുമ്പോഴും ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്താ ഇത് സംഭവിക്കുന്നേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും എന്നെ ഈ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു സാത്താനും കഴിയത്തില്ല. മക്കളെ തന്ന ദൈവമാണെങ്കിൽ 11 എണ്ണത്തിനെ എടുത്തെങ്കിൽ ഭാരമില്ല. ഇന്ന് രാത്രി
കഷ്ടം ഒന്ന് വന്നു കഴിഞ്ഞിൽ അത് തീരാ നിൽക്കുമ്പോൾ അടുത്ത് വേറൊരു കഷ്ടം വരാൻ പോകുന്നു പറയുമ്പോൾ നമ്മുടെ നെറ്റിയൊക്കെ ഒന്ന് ചുളുങ്ങും. പക്ഷെ അവിടെ അതല്ല സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മുഖത്തിൽ പുഞ്ചിരിയോടെ അദ്ദേഹം ഓരോ ശവപ്പെട്ടിയുടെ മുമ്പ് ഇങ്ങനെ വരുമ്പോൾ പറയുന്നതാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. ഹല്ലേലൂയ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാത്താൻ കരുതുള്ളിയാടി 11ാമത്തവന്റെ ജീവൻ എടുക്കുമ്പോഴും യവൻ പിന്നെയും തിരിഞ്ഞു വരുമെന്ന് നോക്കി. അപ്പോഴും പറഞ്ഞ ഇതാണ്, ഞാൻ അട്ടഹസിക്കും, ഞാൻ ചിരിക്കും, എന്റെ ചിരി ആർക്കും നിലയ്ക്കാൻ കഴിയത്തില്ല, നിശ്ചലമാക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ പകൽക്കാലവും ഞാൻ ചിരിച്ചുകൊണ്ട് പാട്ടുപാടാൻ പോകുകയാ, ഞാൻ ചിരിച്ചുകൊണ്ട് ആരാധിക്കാൻ പോകുകയാ. എന്റെ കൂടെ എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയും? എനിക്ക് കിടക്കുന്നത് എന്റെ 11ാമത്തെ മകനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാത്താന് മനസ്സിലായി ഇദ്ദേഹം ഒരിക്കലും പിന്മാറത്തില്ല. ഹല്ലേലൂയ. സാത്താൻ ദൈവത്തിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു, 11 മക്കളെ ഞാൻ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് അങ്ങ് സമ്മതിച്ചു. ഇന്ന് രാത്രി ദൈവം അറിയാതെ, പറഞ്ഞേ, ദൈവം അറിയാതെ തലയിൽ നിന്ന് ഒരു തലനാര് പോലും നിലത്ത് പതിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല. അടുത്തു പറയുന്നത്, പിറുപിറുപ്പില്ലാതെ മുൻപിലോട്ട് യാത്ര ചെയ്യുക, നിന്നെ അതിൽ ശ്രേഷ്ഠമായ ഒരു പൊന്നു പോലെ പുറത്തെടുക്കാനാ എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവമൈതലേ, എന്തെങ്കിലും ഒന്നിനെ തകർത്ത് കളയാൻ ശത്രു പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ദൈവത്തിനെന്തോ പ്ലാനുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ വീട്ടിനകത്ത് ഇതിന്റെ ഫ്രണ്ടിൽ ഏകദേശം 100ഓളം കിളികളെ ഞാൻ വളർത്തുമായിരുന്നു. സ്തോത്രം. ആമേൻ. നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് വരുന്ന ലവ് ബേഴ്സ് പല പല വെറൈറ്റി കിളികൾ കണ്ട് സന്തോഷിച്ചു പോകുന്നവരുണ്ടായിരുന്നു. പക്ഷെ തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല. എല്ലാം സാത്താനെ ഏൽപ്പിച്ചു. ഒന്നൊന്നായി കൊല്ലാൻ തുടങ്ങി. ചിലത് പറന്നുപോയി തുടങ്ങി. എന്നാൽ ലാസ്റ്റ് ഒന്നിൽ വന്നു. പിന്നെ ഞാൻ ഒന്ന് വാങ്ങിയിട്ടു. അപ്പോഴും ദൈവം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനെ തട്ടിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ചിലരൊക്കെ ഒറ്റയ്ക്ക് നിർത്തുന്നില്ലേ, അതിന് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. സ്തോത്രം. ഇന്ന് ആ കിളി ഒറ്റയ്ക്ക് ആ കൂട്ടിക്കിടന്നിട്ട് മാസങ്ങളേറെയായി. ആമേൻ. അതിനൊരു കുലുക്കോവിലെ ശ്രദ്ധിച്ചു. ഇനി ഇതിനെന്തെങ്കിലും സംഭവിക്കുന്നു? ഇല്ല, അതിനെ ഒറ്റയ്ക്ക് ഇരുത്തുകയായി. എനിക്കറിയത്തില്ല, ദൈവം സകലത്തെയും സൃഷ്ടിച്ചവൻ പറവജാതികളില് ആടുമാട് ഇഴജന്തുക്കൾ എല്ലാത്തിനും ഓരോന്ന് വിധം പ്രൈസ് ദി ലോർഡ് പെട്ടകത്തിൽ കയറ്റാൻ നോഹയോട് ആ കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? ദൈവം ചിലരൊക്കെ ഒറ്റപ്പെടുത്തുന്നത്, ചിലരൊക്കെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അത് തിന്മയ്ക്കല്ല, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിന്നിൽ കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയാ ദൈവ പൈതലേ. അതുകൊണ്ട് നിന്നോട് ആരും സംസാരിക്കുന്നില്ല, നിന്നോട് ആരും ഇടപെടുന്നില്ല, നിന്നെ ആരും വിളിക്കുന്നില്ല, ഒരു കല്യാണം പോലും അറിയിക്കുന്നില്ല, ഒരാൾ പോലും നിന്നോട് വിളിച്ച് സംസാരിക്കുന്നില്ല, കുശലം പറയുന്നില്ല എന്ന് പറഞ്ഞ് കരയണ്ട. നിന്നോട് സംസാരിക്കാൻ രാവും പകലും കർത്താവ് റെഡിയാണ്. റെഡിയാ. ഇവിടെ വന്നിരിക്കും, ഞാൻ മീറ്റിങ്ങുകളിൽ ഇവിടെ വന്നിരിക്കും. ആമേൻ. ബൈബിളുകളെല്ലാം നിരത്തി വയ്ക്കും. ഇവിടെ ബൈബിളിന്റെ ബഹളമാ, നിരത്തി വയ്ക്കും. നിഘണ്ടുകൾ നിരത്തി വയ്ക്കും. ഒരു സൈഡിൽ നിന്നേ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വായിച്ചു തുടങ്ങും, ഉറങ്ങും, ഇവിടെ ഇരുന്നങ്ങ് ഉറങ്ങും. ചിലപ്പോൾ തറയെ കിടക്കാറുണ്ട്. കാരണം സംസാരിക്കാൻ ആരുമില്ലെന്ന് പേടിക്കണ്ട കേട്ടോ. നിന്നോട് സംസാരിക്കാൻ പുസ്തകങ്ങൾ നിൽക്കുന്നുണ്ട്. നീ വായിച്ചോ. നീ പുസ്തക പുഴുവാകണം. ആമേൻ. അധ്വാനിക്കണം. പുസ്തകത്തിനകത്ത് നീ ഒരു അധ്വാനം നീ ചെയ്ത് നോക്ക്. നിന്നോട് സംസാരിക്കും. മോശ സംസാരിക്കുന്നത് പോലെ, യോശുവ സംസാരിക്കുന്നത് പോലെ, ആമേൻ, സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ സംസാരിക്കുന്നത് പോലെ, യേശു സംസാരിക്കുന്നത് പോലെ, യഹോവയായ ദൈവം സംസാരിക്കുന്നത് പോലെ ആരെയാണ് നീ എടുക്കുന്നത്? നിന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിന്നോട് സംസാരിക്കാതെ ദൈവം പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ച വ്യക്തിയാ. എപ്പോഴെല്ലാം ദൈവം നിന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നീ ഒറ്റയ്ക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒറ്റപ്പെടുത്തുന്നതേ നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, നിന്നെ കർത്താവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾക്കറിയാമോ? ആമേൻ. നരബലി ആദ്യം തുടങ്ങിയത് അബ്രഹാമിന്റെ കുടുംബത്തിനകത്താ. അറിയാമോ? നരബലി ആദ്യം തുടങ്ങിയത് അബ്രഹാമിന്റെ കുടുംബത്തിലാ. അവന് ദൈവം രണ്ടുപേരും മാത്രമായിരുന്നപ്പോൾ അബ്രഹാം പ്രാർത്ഥന തുടങ്ങി. അബ്രഹാം യാഗങ്ങൾ കഴിച്ചു.
ദൈവത്തിന് അബ്രഹാം എപ്പോഴും അവൻ അലർട്ടായിരുന്നു, അവൻ എപ്പോഴും ശക്തനായിരുന്നു. പക്ഷേ തൻ്റെ മകനെ കിട്ടിയപ്പോൾ ദൈവം വിചാരിച്ചു, അവൻ വെറുതെ ഒന്ന് വിചാരിച്ചതാ. അവൻ എപ്പോഴും മകനെ എടുത്ത് കുറുക്കിലെടുത്ത് ആന കളിക്കുന്നു, അവനെ കൂടെ ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് അബ്രഹാമിനോട് ഒരു അസൂയ തോന്നി. ഹല്ലേലൂയ എന്ന് തന്നെ പറയാം. എന്താ പറയുന്നറിയാം? നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്ന മോറിയ മലയിൽ കൊണ്ടുവന്ന് അവനെ കഴുത്തിന് അറുത്ത് യാഗം കഴിക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നരബലി അവിടെ തുടങ്ങി. എന്നാൽ ഇന്ന് രാത്രി ദൈവം അതിനകത്ത് നിന്ന് അവന്റെ വിശ്വാസത്തിന്റെ ആഴത്തെ ഒന്ന് പരിശോധിച്ചു. എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം ആഴത്തെ പരിശോധിച്ച് അബ്രഹാമിനെ ആ പരീക്ഷയിൽ നിന്ന് വിടുവിച്ച് ജയത്തോടെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ അവനെ ഒറ്റയ്ക്ക് നിർത്തിയ കാര്യമുണ്ട്. പലരും അവനെ കൂടെ നിന്നിട്ടും എല്ലാവരും വിട്ടുമാറി. ഈ രാത്രി ദൈവമേ എല്ലാവരും പോട്ടെ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കുക കേട്ടോ, ഒറ്റയ്ക്ക്. സ്വർഗ്ഗം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നാളെ പോയി ഒറ്റയ്ക്ക് റോട്ടിൽ നിൽക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞേ? നിങ്ങൾ നാളെ രാവിലെ പോയി റോട്ടിൽ ഒറ്റയ്ക്ക്, സാഴി പാസ് പറഞ്ഞല്ലോ, റോട്ടിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കുക. അയ്യോ, ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞേ. അച്ചായനൊക്കെ എടുത്ത് വെളിയിറക്കിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, അങ്ങനെയല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ടെങ്കിൽ, ഒരു നാണയത്തിന് 2 വശമുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് 2 വശമുണ്ട്. ഒന്ന്, പ്രാർത്ഥനാ സമയത്ത് മാറിയിരുന്ന് കരയുക, വിഷയങ്ങൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നിന്റെ കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ. എത്രയോ നാളുകൊണ്ട് ചിലത് വിമ്പലായിട്ട് ഇങ്ങനെ വരികയാ. ഒന്ന് പറയാൻ ആരോടാ? ഇന്ന് രാത്രി കർത്താവ് റെഡിയാ കേൾക്കാൻ. പറ ദൈവത്തോട് പറഞ്ഞ നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും ദൈവത്തോട് പറഞ്ഞ് ഇന്ന് രാത്രി പറഞ്ഞ് ആ ദൈവം സ്വപ്നം കേൾക്കാൻ കാത്തിരിക്കുക. എൻ്റെ കർത്താവ് സ്വപ്നങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുക. അവൻ്റെ സ്വപ്നം അവൻ എപ്പോഴാണോ പുറത്ത് പറഞ്ഞത് ആ സമയം മുതൽ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്ന്. സ്വപ്നം പറയാതിരുന്നെങ്കിൽ യോസേപ്പ് പ്രൈം മിനിസ്റ്റർ ആകത്തില്ല. റെഡിയല്ലേ? സ്വപ്നം ദൈവത്തോട് പറയാൻ റെഡിയല്ലേ? പറഞ്ഞോ. സ്വപ്നം നീ പറഞ്ഞു തുടങ്ങുമ്പോഴാ ദൈവം നിന്റെ കൂടെ വരുന്നേ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണോ സ്വപ്നം പറയുന്നത്? പ്രായമില്ല അതിന്, പരിധിയില്ല. ഒരു കുഞ്ഞിന് സ്വപ്നം ഉണ്ടെങ്കിൽ പറയണം, അവന്റെ ആഗ്രഹങ്ങൾ പറയണം, ദൈവത്തോട് പറയേണ്ട ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയണം. സഹോദരനാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭർത്താവാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ആരാകട്ടെ, ടീച്ചേഴ്സ് ആകട്ടെ, ആരാകട്ടെ, പറഞ്ഞു നോക്ക്. അവിടെ സ്റ്റാർട്ട് ചെയ്തു നിന്റെ വാഴ്ത്തത്വം. പ്രൈസ് ദി ലോർഡ്. സ്വപ്നമുണ്ട്, ആരോടും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒതുക്കി 350 ഗ്രാമുള്ള ഹാർട്ടിനെ 16 കിലോയാക്കി കൊണ്ട് നടക്കുക. സ്തോത്ര. ഹാർട്ട് മുമ്പിലും ആള് പിൻപിലും. നോ, അതിനെ മാറ്റ്. ഇന്ന് രാത്രി സ്വപ്നം പങ്കുവയ്ക്ക്, ദൈവമായിട്ട് ഷെയർ ചെയ്യുക. ഇന്ന് രാത്രി അവിടെ നിന്റെ വാഴ്ത്തത്വം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദൂതൻ പറയുന്നു, സ്റ്റാർട്ട് ചെയ്തോ, സ്വപ്നം സ്റ്റാർട്ട് ചെയ്യാൻ പോകുക. നിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞു തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, സ്തോത്രം. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? നമ്മൾ വായിച്ച വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയപ്പെട്ട വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. വെളിപ്പാട് 5:11 നമ്മൾ വരുന്നു. 5:11 വായിച്ചാട്ടെ. 5:11. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ശബ്ദം 10,000 10,000 1000 എന്താ ഈ 1000 എന്ന് പറയുമ്പോൾ എത്ര 1000 അവർക്ക് തന്നെ അറിയത്തില്ല. ദൂതന്മാരുടെ നിര തന്നെ ഉണ്ട്. ആരാധിപ്പാൻ ഇന്ന് രാത്രി കാര്യമുണ്ടെങ്കിൽ, കരമടിക്കാൻ കാരണമുണ്ടെങ്കിൽ, സ്തോത്രം പറയാൻ കാരണമുണ്ടെങ്കിൽ
ഇവിടെ ദൂതന്മാരുടെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളുണ്ടെന്നേ, പ്രതികൂലമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, പക്ഷെ അതിനകത്ത് ആരാധന വെളിപ്പെടണം. ഇന്ന് രാത്രി ആരാധന വെളിപ്പെടണം. ആരാധന തീർന്നില്ല കേട്ടോ. 7000 ആടിനെ കൊന്നു കളഞ്ഞിട്ടും ആമേ ഇയ്യോബ് അനങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി എന്തെങ്കിലും നട്ടം വന്നാൽ നീ അനങ്ങരുത്. ആമേ 3000 ഒട്ടകം അനങ്ങിയിട്ടില്ല. 500 ഏറുകാള അനങ്ങിയില്ല. ആമേൻ 500 പെൺകഴുത അനങ്ങിയിട്ടില്ല. ആമേൻ 10 മക്കൾ അനങ്ങിയില്ല. തകർക്കട്ടെ, അനങ്ങിയിട്ടില്ല. ഇയ്യോബ് ചലിച്ചിട്ടില്ല. അവിടെയാ സാത്താൻ പരാജയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലതിനെ പിശാച് എടുത്തു മാറ്റുമ്പോൾ നീ അനങ്ങരുത്. ഇത് അവന്റെ പ്ലാനാ. കണ്ണീന്നൊരു കണ്ണുനീര് പോലും വിടരുത്. അവന്റെ പ്ലാനാ ഇത്. കാരണം നിന്നെ കരയിക്കുക, നിന്നെ ഉടയ്ക്കുക, നിന്നെ പരാജയപ്പെടുത്തുക, നിന്നെ തേജോവധം ചെയ്യുക. നിന്റെ ജീവിതത്തിനകത്ത് ഒരു സില്ലി പോലെയുള്ള പ്രയാസങ്ങൾ നീ കൂടെ ആയിപ്പോകത്തക്ക തലത്തിൽ ദൈവം സാത്താന്റെ പദ്ധതികളെ മുൻപേ അറിഞ്ഞ് ചില കഷ്ടങ്ങൾ നിനക്ക് വരുമെന്ന് പറഞ്ഞു തന്നിട്ടും അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് നിനക്ക് പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുമ്പോഴും കർത്താവ് ഇന്ന് രാത്രി പറയുന്ന മനസ്സിലായോ? 10,000 10,000 10,000. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പാട്ടുകാരൻ പാടിയത്. 1000 നാവുകളാൽ. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്കുകളാൽ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ ഒരു തലമുറയെ ദൈവം ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. എബ്രായലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യവും സങ്കീർത്തനം 68:17 പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു സേന തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. വായിച്ചാട്ടെ. 2 പ്രൈസ് ദി ലോർഡ് 6 മുതൽ 7 വരെ. ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കി. സ്തോത്രം. ദൂതന്മാരെക്കാളും അല്പം മാത്രം താഴ്ത്തി സകല അധികാരവും ജനത്തിന് ദൈവം നൽകി. ദൈവം നിർത്തിയെങ്കിൽ ഒരു കാര്യമുണ്ട് ദൈവ പൈതലേ, നിന്റെ കൂടെ ദൂതനുണ്ടെങ്കിൽ പോലും അവൻ നിന്നോടൊപ്പം വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, സകലം താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. നിന്നെ സൃഷ്ടിച്ചിരിക്കുക, സകലതും തന്ന്, സകല അധികാരവും തന്ന്, സകലവും നിന്റെ മേൽ ചമച്ച് ദൈവം സകലത്തിന്റെ മേലും അധികാരിയായി മുൻനിർത്തിക്കൊണ്ട് ദൈവം നിന്നെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ അധ്യായം ഇങ്ങനെ വായിക്കുകയാണ്. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം, 2-ാമത്തെ കഷ്ടം പിന്നാലെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാമത്തെ കഷ്ടം നിന്റെ പിന്നാലെ വരുന്നു. പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? 10-ാമത്തെ വാക്യം ഇന്ന് രാത്രി വായിക്കുന്നത് ഇങ്ങനെയാണ്. തേളിനെ പോലെ വാലും വിഷവുമുണ്ട് മനുഷ്യരെ. സ്തോത്രം. മനുഷ്യരെ എന്ത് ചെയ്യുന്ന അറിയാമോ? സ്തോത്രം. 5 മാസം ഉപദ്രവിപ്പാൻ അതിന് ഉള്ള ശക്തി വാലിൽ ആയിരുന്നു. എത്ര മാസം? 5 മാസത്തോളം ഇവരെ എന്ത് ചെയ്യണം? ഉപദ്രവിക്കണം. അതിന് കിട്ടിയ ശക്തി എവിടെയെന്നറിയാമോ? അതിന്റെ വാലില. സ്തോത്രം. ഹല്ലേലൂയ. ചില കഷ്ടങ്ങളും വേദനകളും ചില കുത്തുവാക്കുകളും ചില പരിഹാസങ്ങളും ചില നിന്ദകളും ജീവിതത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. എന്നാണോ തുടങ്ങിയത് കലണ്ടറിൽ ഡേറ്റ് ഇട്ട് അണ്ടർലൈൻ ചെയ്യ്. മാസം എണ്ണിക്കോ. 5 മാസത്തിനകത്ത് വച്ച് അവന്റെ പ്ലാനിനെ പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഒരു വലിയ ജനതയെ പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ദൈവ പൈതലേ, വേദനകൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ
പക്ഷെ അതിനകത്തും നിനക്ക് നിൽപ്പാനുള്ള ഒരു ആത്മബലം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നീ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ദൈവം അയക്കാൻ പോകുക. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി അടയ്ക്കാമോ? ദൂതന്മാരുടെ സേന നമ്മുടെ പട്ടണത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാരുടെ സ്തോത്രം സാന്നിധ്യം നമ്മുടെ പട്ടണത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. ദൂതന്മാരുടെ സ്തോത്രം ഒരു വലിയ നിര നമ്മുടെ പട്ടണത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഏൽപ്പിച്ചു കൊടുത്തോ? ഈ രാത്രി ശത്രുവിനൊന്നും ജയിക്കാൻ കഴിയത്തില്ല. കാരണം ദൂതന്മാരുടെ ഒരു നിര നിന്റെ പട്ടണത്തിലേക്ക് ദൈവം അയച്ചു കൊണ്ടിരിക്കുകയാണ്. ശമനപരഗതുനി അതുരകരാജകൾക്കനാദി അന്തൽപ്രൗഢവരക്ഷം വേദവരാജകൾക്കനാദി എന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം.